ആളില്ല SFI മാർച്ച് മാറ്റി. SFIയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവത്തിനാണ് ഇന്ന് കോട്ടയം സാക്ഷ്യം വഹിച്ചത്. കോട്ടയം SP ഓഫീസിലേക്കുള്ള SFI മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള മാർച്ച് വിദ്യാർത്ഥികളില്ലാത്തത് മൂലം മാറ്റിവെച്ചു. ഈ മാർച്ചിന് ഇടയാക്കിയ സംഭവം ഇന്നലെ രാത്രി കേരള യൂണിവേഴ്സിറ്റിയിലെ വിജയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പാളയത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഈ സംഘർഷത്തിൽ SFI പ്രവർത്തകരെ ആക്രമിക്കുകയും SFI പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് പോലീസിനെതിരെ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി SP ഓഫീസുകളിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ കോട്ടയത്ത് ഈ മാർച്ച് നടന്നില്ല. അവിടെ SFIക്ക് വേണ്ടി മാർച്ച് നടത്താൻ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാവിലെ 9:30 കോട്ടയത്തെ SP ഓഫീസിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു തുടങ്ങി. 11 മണിയോടുകൂടി മാർച്ച് എത്തുമെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. അതനുസരിച്ച് കനത്ത സുരക്ഷാ സന്നാഹമൊരുക്കി. ബാരിക്കേഡ് കൊണ്ട് 11 മണിയോടുകൂടി പൂർണ്ണമായും റോഡ് അടച്ചതോടുകൂടി വലിയ തോതിലെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. 1 മണി വരെ പോലീസ് കാത്തുനിന്നു. പക്ഷേ SFI പ്രവർത്തകർ മാർച്ചുമായി എത്തിയില്ല. 1 മണി കഴിഞ്ഞതോടുകൂടി പോലീസിന് മനസ്സിലായി ഇനി മാർച്ച് ഉണ്ടാവില്ല. അതോടുകൂടി പോലീസ് അവിടെ വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഓരോന്നായി അഴിച്ചു മാറ്റുകയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് അന്ത്യമാവുകയും ചെയ്തു. എന്തുകൊണ്ട് കോട്ടയത്ത് SP ഓഫീസിലേക്ക് SFIക്ക് ആളില്ലാതെ പോയി എന്നതിന് ചോദ്യത്തിന് ഉത്തരമായി SFI നേതാക്കൾ പറയുന്ന ഒരു കാര്യം, കുട്ടികൾ പഠന ക്യാമ്പിലായിരുന്നു, അതുകൊണ്ടാണ് SFI മാർച്ചിലേക്ക് കുട്ടികൾ വരാതിരുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് SFI നിരത്തുന്നത്. ഒരുപക്ഷെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ സമര ചരിത്രത്തിലെ ആദ്യത്തെ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ആളില്ലാത്ത ഒരു സമരം. ബാക്കി എല്ലായിടത്തും ലാത്തിച്ചാർജും ബഹളവുമായിരുന്നു. പോലീസിനെതിരെ അക്രമം, പോലീസ് തിരിച്ച് ലാത്തിച്ചാർജ് ചെയ്യുന്നു, ജലപീരങ്കി, പതിവ് പോലുള്ള SFI മാർച്ചിൽ എന്തെല്ലാം സംഘർഷമുണ്ടാകാമോ ആ സംഘർഷമെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് നടയിലടക്കം നടന്നുവെങ്കിലും കോട്ടയത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് SFIക്കാർ അന്തം വിട്ടു നിൽക്കുകയാണ്. SFI നേതൃത്വത്തിന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരിച്ചടി. ഇത്തരം കോപ്രായത്തിന് ഇനി ആ കുട്ടികളെ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയോ? SFI നേതൃത്വത്തിന് ഇത്തരത്തിലൊരു ആശങ്ക വന്നു തുടങ്ങിയോ? കുട്ടികളെ സമരത്തിന് ഇറക്കുകയും അവരുടെ മേൽ കേസുകൾ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി പലരുടെയും ജീവിതം തന്നെ, പലരുടെയും വിദ്യാഭ്യാസം തന്നെ വഴിമുട്ടുന്ന ഒരു കാര്യം നമുക്ക് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നതാണ്. അതിൽ SFIയെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്, മറ്റ് വിദ്യാർത്ഥി യൂണിയനുകളെല്ലാം തന്നെ KSUവിനും ABVPക്കും അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥി യൂണിയനുകൾക്കും ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. സംഘർഷമുണ്ടാക്കുക, കുട്ടികളുടെ മേൽ കേസുണ്ടാവുക, പഠനം കഴിഞ്ഞാലും ആ കേസ് നീണ്ടുപോവുക, പലരുടെയും പഠനം പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരിക, പഠനം ഉപേക്ഷിച്ച് പോകേണ്ടി വരിക, പഠനം നല്ല വിജയകരമായി പൂർത്തിയാക്കിയാലും കേസ് ഒഴിയാതെ കുരുങ്ങിക്കിടക്കുക. ഇങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി കാരണങ്ങൾ, നിരവധി യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ കോട്ടയത്തെ SFI പ്രവർത്തകർ ഈ ഒരു മാർച്ച് ബഹിഷ്കരിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് തന്നെയായാലും ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. എന്തിനും ഏതിനും സമരം ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പോലീസുമായി ഏറ്റുമുട്ടുക, കല്ലേറുണ്ടാക്കുക, കേസ് സ്വയം വരുത്തി വയ്ക്കുക, പിന്നീട് ജീവിതാന്ത്യം മുഴുവൻ ഈ കേസിൻ്റെ പുറകെ പോവുക, ജീവിതം അസ്തമിച്ചു പോവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അന്തിമ പ്രതിവിധി എന്ന നിലയിലാണോ കോട്ടയത്തെ SFIക്കാർ ചിന്തിച്ചത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, ക്യാമ്പസുകളെ രാഷ്ട്രീയ മുക്തമാക്കിക്കൊണ്ട്, ക്യാമ്പസുകളെ അക്രമരഹിതമാക്കിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ കൾച്ചറിന്, ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കമിടാൻ ഗവർണർ തീരുമാനിക്കുകയും എന്നാൽ അതിനെ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയും ചെയ്യുന്ന ഒരു നയം വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ രൂഢമൂലമാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ തങ്ങൾ ആഹ്വാനം ചെയ്ത ഒരു സമരത്തിന്
വിദ്യാർത്ഥികളെ കിട്ടാതെ പോയത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.